ഓരോ ശരി ഉത്തരത്തിൽ നമ്മൾ 20 റുപ്പീസ് തരും, ഓപ്ഷൻ തരും. മനുഷ്യ രക്തം എത്ര ദിവസം നമുക്ക് സമ്മതിച്ചു വെക്കാൻ പറ്റും, സൂക്ഷിച്ചു വെക്കാൻ പറ്റും? ഞാൻ ഓപ്ഷൻ തരാമോ? ഓപ്ഷൻ ഉണ്ട്. 42, 21, 9, 28. ഇതെല്ലാം ദിവസമാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെക്കാട്ടി അല്ലാതെ ചൂട് ഏൽക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ തരാം. പുതിയൊരു വീട്ടിലോട്ട് നമ്മൾ ചെറിയ ചെറിയ കാശ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇല്ലടാ, ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. ജനറൽ നോളജ് എല്ലാവർക്കും അറിയാവുന്നതായി തന്നെ, എന്നാലും പെട്ടെന്ന് കേട്ടാൽ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ തുടക്കം കുറച്ച് കണ്ടു കാണുമല്ലോ, നമ്മൾ ഓരോ ചോദ്യം ചോദിക്കും, ഓരോ ശരി ഉത്തരത്തിൽ ഇടി വരും. അത് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മള് ഓരോ മറ്റേ ഒത്തിരി 50 രൂപ ചേർന്ന് കൊടുക്കും, 50 രൂപ കൊടുക്കാൻ വേണ്ടി 20 രൂപ കൊടുക്കും. പക്ഷെ എല്ലാം ശരിയാക്കാൻ പറ്റുന്ന ഉത്തരവായിരിക്കും. ഓപ്ഷനും കൊടുക്കും, അതാ നമ്മള് പൈസ കുറഞ്ഞത്. മറ്റേ നമ്മള് ഓപ്ഷൻ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ് സൂര്യന്റെ ഉപരിതലത്തെക്കാൾ ചൂട്, സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെക്കാട്ടി അല്ലാതെ ചൂട് ഏൽക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ തരട്ടെ. തീ, ആസിഡ്, ഇരുമ്പ്, മിന്നൽ. ക്വസ്റ്റ്യൻ മനസ്സിലായി? ചൂടില്ലേ? സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെക്കാട്ടി അല്ലാതുള്ള ചൂട് കൂടുതൽ വരുന്ന എവിടുന്നാണ്? അതാ ക്വസ്റ്റ്യൻ. ചൂടുള്ള ഒന്ന് ആസിഡ്, ഓപ്ഷൻ എ ആസിഡ്, തീ, ഇരുമ്പ്, മിന്നൽ. തീ. പിന്നെ അവള് ആസിഡ് ലോക്ക് ചെയ്തോ? ആസിഡ് തെറ്റുത്തരായിരുന്നു, മിന്നലായിരുന്നു. മിന്നൽ അറിയത്തില്ലേ? മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഒന്ന് ശുക്രൻ, ശനി, ബുധൻ, വ്യാഴം. മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഡെഡായ ഗ്രഹം ഒന്ന് ശുക്രൻ, ഓപ്ഷൻ എ. രണ്ടാമത്തെ ശനി, പിന്നെ ബുധൻ, വ്യാഴം. ആണോന്ന് പറയാൻ പറ്റില്ല. വ്യാഴം തെറ്റുത്തരം. ബുധനായിരുന്നു ആണ്ടേ. അടുത്ത എല്ലാം ഈസി ആയിട്ടുള്ള, ലോകത്തിലെ ആദ്യത്തെ കറൻസി നോട്ട് നിരോധിച്ച രാജ്യം ഏതാ? ഞാൻ ഓപ്ഷൻ തരാം. ജർമ്മനി, സ്വീഡൻ, ഫ്രാൻസ്, ചൈന. ഇനി നീ പറ. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു, നീ പറ. രണ്ടെണ്ണം ഞാൻ തെറ്റിച്ച്, ഇനി പറഞ്ഞോട്ടെ. അയ്യോ, കടൽ കയറി വരുത്. പറഞ്ഞോ. ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ, ചൈന. ഫ്രാൻസ്. ഒന്നുകൂടെ പറയാം. പറയടാ. സ്വീഡൻ ആണോ? സ്വീഡൻ. ഇവര് തെറ്റ് പറയാം. ശരി ഉത്തരം. തീർന്നു, മൂന്നെണ്ണം ആയില്ലയോ? ഓരോ ശരി ഉത്തരത്തിൽ നമ്മൾ 20 റുപ്പീസ് തരും, ഓപ്ഷനും തരും. ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? ഞാൻ ഇത് തരാം. റോസ്, ലില്ലി, താമര, റോക്കസ്. ഏതെങ്കിലും ഇതായിക്കോണം. പിന്നെ റോസ്, ലില്ലി, താമര, ക്രോക്കസ്. റൈറ്റ് ആൻസർ. ശരിയാക്കി. വേറെ ഒന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റാദ്യം അടുത്ത ചോദിക്കട്ടെ. ആദ്യമായി തിരിച്ചറിയുന്ന നിറം മനസ്സിലായോ? കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവര് ആദ്യമായി തിരിച്ചറിയുന്ന നിറം. ഓപ്ഷൻ ഉണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല. മഞ്ഞ. തെറ്റായി, ചുവപ്പായിരുന്നു. രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ മറക്കാത്ത പക്ഷി. കാക്ക, പരുന്ത്, മൈന, മൂങ്ങ. കാക്ക, പരുന്ത്, മൈന, മൂങ്ങ. അതും തെറ്റി. ഒരെണ്ണം ശരിയായിക്കള്. മനുഷ്യ രക്തം എത്ര ദിവസം നമുക്ക് സമ്മതിച്ചു വെക്കാൻ പറ്റും, സൂക്ഷിച്ചു വെക്കാൻ പറ്റും? ഞാൻ ഓപ്ഷൻ തരാമോ? ഓപ്ഷൻ ഉണ്ട്. 42, 21, 9,
28. ഇതെല്ലാം ദിവസമോ? 28. എത്ര പറഞ്ഞേ? 28. 41. 42. അടുത്തത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഉള്ള പാൽ എന്തിന്റെയാണ്? ഒട്ടകം, ആട്, പശു, കഴുത. തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഏതാണ്? തെറ്റുത്തരം. പശു. അതല്ലേ നമ്മള് പശു പാല് കുടിക്കുന്നേ. ആ കുഴപ്പമില്ല. നമ്മളെ മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ ഓക്സിജൻ വേണ്ട അവയവം കറക്റ്റ് ആയിട്ട് നോക്കി പറയാം. പെട്ടെന്ന് ലോക്ക് ചെയ്യരുത്. വൃക്ക, ഹൃദയം, കരള്, കണ്ണ്. ഹൃദയം. കരളായിരുന്നു. നിങ്ങൾക്ക് ഒരെണ്ണോടെ പറയട്ടെ. നിങ്ങൾ പറയോ? ഇവർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ ഈസി ആയിരുന്നു. 1000 ഭാഷകളുള്ള നാട്. 1000 ഭാഷകളുള്ള ബ്രിട്ടൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്ക. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അമേരിക്ക. എന്തൊക്കെയായിരുന്നു? ശരിയാണ് കേട്ടോ. ആഫ്രിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, അമേരിക്ക. 3 പേര് പറഞ്ഞു. ആഫ്രിക്ക, ബ്രിട്ടൻ. എടാ വേറെ പറ. ഞാൻ ബ്രിട്ടൻ പറഞ്ഞു, നീ വേറെ പറ. ആഫ്രിക്ക. എത്ര ചോദ്യമുണ്ട്? 3 ചോദ്യം. ഓക്കെ. നവജാത ശിശുക്കളിൽ ആദ്യമായി തിരിച്ചറിയുന്ന നിറം. കൊച്ചുകുട്ടികളുണ്ടല്ലോ, നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം ഏതാണ്? ആദ്യമായി നീല, പച്ച, ചുവപ്പ്, മഞ്ഞ. നീല, പച്ച, ചുവപ്പ്, മഞ്ഞ. നീല, പച്ച, ചുവപ്പ്, മഞ്ഞ. ചുവപ്പല്ല, മഞ്ഞല്ലോ. ചുവപ്പല്ലത്, ചുവപ്പായിരുന്നു കേട്ടോ. ആ ഉത്തരത്തിന് തെറ്റാന്ന് പറഞ്ഞ കുഴപ്പമില്ല. സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം നീല, കറുപ്പ്, വയലറ്റ്, വെളുപ്പ്. എന്തോ ഒന്നുകൂടെ പറഞ്ഞ? സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം നീല, കറുപ്പ്, വയലറ്റ്, വെളുപ്പ്. റൈറ്റ് ആൻസർ. ശരി ഉത്തരം. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുളമ്പുകളില്ലാത്ത മൃഗമേത്? കുളമ്പുകൾ മീൻസ് നമ്മുടെ കുതിരയുടെ കാലിലടിയിലേക്ക് സംഭവം ഉണ്ടല്ലോ, കുളമ്പ്. അതില്ലാത്ത മൃഗമാണ് ഏതാണ്? ഓപ്ഷൻ ഉണ്ട്. മാൻ, കുറുനരി, പന്നി, ആട്. ഇല്ലാത്തത്? കുളമ്പില്ലാത്തത് എന്ന് പറയാൻ മാൻ, കുറുനരി, പന്നി, ആട്. പന്നി കൊണ്ട് അവിടെ ഇട്ടപ്പോ ഉണ്ടായിരുന്ന മാന്, കുറുനരി, പന്നി, ആട്. ആടിനുണ്ട്. കുറുനരിയാന്ന് തോന്നുന്നു. വീട്ടിലുള്ളവരെയൊക്കെ നോക്കിയിട്ട് കേസ്. അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. കുറെ ചിരിക്കാനുണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ കാര്യം അറിയത്തില്ല, എന്നാലും ഒരുവിധമൊക്കെ ആൾക്കാരും പറയുന്നുണ്ടല്ലോ. സത്യം പറയാൻ ഇതൊരു നല്ലൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയാണ് ചിരിക്കാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളൊക്കെ അവര് പറയുന്നത്. അവർക്ക് ചിന്തിച്ചാൽ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഡേ ഭയങ്കര വണ്ടർഫുൾ ഡേ ആയിരുന്നു കേട്ടോ. ഇതിന്റെ 1-2 ഷോട്ടോടെ നമ്മള് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണാം. അതിനകത്ത് കുറെ ചിരിക്കാനും കുറെ ചിരിക്കാം. അപ്പൊ നമ്മള് എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിടിക്കാൻ നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്യാം. പൈസ വാങ്ങാം, സെറ്റ് ആക്കാം നമുക്ക്. ഇല്ലല്ലോ, ഇനി ഞങ്ങൾ ബീച്ചിൽ നിന്ന് വൈബ് അടിച്ചിട്ട് നേരെ നമ്മളെ വീട്ടിൽ പോകെ. ഈ വീട്ടിൽ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവരെ ഗൈസ് ഇല്ലയോ ഗൈസ്, നമുക്ക് 40K അടിക്കാറായിട്ടുണ്ട്. നമ്മൾ ലൈവ് 40K ലൈവ് വരുന്നതായിരിക്കും. 40K അന്ന് നമ്മൾ ലൈവ് വരും. 40K അന്ന് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അന്നത്തെ വീഡിയോയിൽ കാണാം. ഗൈസ് ബൈ ബൈ, സി യു ലെറ്റർ. ബൈ ബൈ.